കൺസർവേഷൻ. അതുകൊണ്ട് ഇതെങ്ങനെ വിജയിച്ചു? അതിൽ നിന്ന് കിട്ടിയ എക്കോ ടൂറിസം ആക്ടിവിറ്റി ഇവിടെ നടക്കുന്ന എക്കോ ടൂറിസം ആക്ടിവിറ്റി ചെയ്യുന്നു. അവരെ ചുമ്മാ വിളിച്ചു വരുത്തി ഇനി നിങ്ങൾ ആനക്കൊമ്പ് എടുക്കരുത്, തല്ലി വെട്ടരുത്, ചന്ദനം വെട്ടലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു സാമ്പത്തികം ഉണ്ടാകാൻ സോഴ്സ് വേണമല്ലോ. അതുകൊണ്ട് അവരെ ഒരു ഗ്രൂപ്പ് തല്ലി ആനക്കൊമ്പ് എടുത്തവരെല്ലാം വിളിച്ചു കൂട്ടി അവർക്ക് നല്ല അവയർനെസ് കൊടുത്ത് നിലവിലുള്ള കേസിൽ നിന്ന് ഒഴിവാക്കി നല്ല യൂണിഫോം കൊടുത്ത് സൊസൈറ്റി നല്ല വിലയാക്കി അവർക്ക് പിന്നെ സാമ്പത്തികം കണ്ടെത്താൻ കൊടുത്ത പ്രോഗ്രാം നിങ്ങൾ കണ്ടില്ലേ? ട്രക്കിങ്ങിനൊക്കെ ഗസ്റ്റിനെ കൊണ്ടുവന്നു. അവരെല്ലാം അങ്ങനെ ട്രക്കിങ്ങിന് കൊണ്ടുവന്ന ട്രക്കിങ്ങിന് വരുന്ന ഗസ്റ്റ് എടുക്കുന്ന ടിക്കറ്റിന്റെ പൈസ ഒന്നിച്ചൊരു അക്കൗണ്ടിലേക്ക് പോകും. ഈ ഗ്രൂപ്പിൽ അവർക്ക് മന്ത്ലി 20,000-ലധികം 23,000-ഓളം സാലറി എടുക്കാനുള്ള ഫണ്ട് വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഇവർക്ക് സാലറി കൃത്യമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. ഗസ്റ്റിനെ കാട്ടിക്കൊണ്ട് കാണിക്കുന്നു, തിരിച്ചു വരുന്നു. പിന്നെ ഇവർ മുമ്പ് ചെയ്ത പണി അതായിരുന്നത് കൊണ്ട് അവർക്ക് കള്ളനെ പിടിക്കാൻ പറ്റും, വഴി അടയ്ക്കാനും പറ്റും, അവർക്ക് ഇൻകം കണ്ടെത്താനും പറ്റുന്നുണ്ട്. അവരുടെ സൊസൈറ്റി നല്ല വിലയുണ്ട്. അവരാണ് ഇപ്പം നമ്മളെ സംരക്ഷിക്കുക. പോച്ചേഴ്സ് ടെൻഡ് പ്രൊട്ടക്റ്റേഴ്സ്, അത് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും പറയാം. അതാണ് ഇവിടെ നടക്കുന്ന ഈ എക്കോ ടൂറിസം ആക്ടിവിറ്റി. അതുകൊണ്ടാണ് പെരിയാർ മോഡലായത്. പെരിയാറിലെ കൺസർവേഷൻ ലോകത്തിന് മോഡലാണ്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് പഠിക്കാനാണ് ആളുകൾ എല്ലാ സ്ഥലത്തു നിന്നും ഇവിടെ